മലപ്പുറം ജില്ലയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുവാനും മുസ്ലിം ലീഗിൻ്റെ മേധാവിത്വം കുറച്ചുകൊണ്ടുവന്ന് അല്പം സ്വാധീനമർപ്പിക്കുവാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന പല ശ്രമങ്ങളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അടുത്ത ഏതാനും ദിവസങ്ങളായി നാം കാണുന്നത് മലപ്പുറത്ത് സ്വാധീനമർപ്പിക്കാനുള്ള ശ്രമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപേക്ഷിക്കുന്നതും മുതലാളിമാരുടെ സഹായത്തോടെ ഇത്തരത്തിലൊരു ബാക്ക്ഡോർ എൻട്രി നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതുമാണ്. കേരളത്തിലെ മറ്റു ജില്ലകളിൽ കമ്മ്യൂണിസവും സോഷ്യലിസവും ലിബറൽ ആശയങ്ങളും പ്രസംഗിച്ചാൽ കുറച്ചൊക്കെ വോട്ടർമാരെ ആകർഷിക്കാൻ പറ്റുമെങ്കിലും മലപ്പുറത്തെ വോട്ടർമാർക്ക് മുതലാളിത്തം മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചില മുതലാളിമാരെ മുന്നിൽ നിർത്തി ഇടതുപക്ഷ ആശയങ്ങൾ മലപ്പുറക്കാരുടെ മേരെ കുത്തിക്കയറ്റുവാൻ ശ്രമിച്ചത്. എങ്കിലും മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന് പറയുന്നത് പോലെ മലപ്പുറം ഇപ്പോൾ വീണ്ടും ഇടതുപക്ഷ ലിബറൽ ശക്തികളുടെ കയ്യിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യതകൾ ഇല്ലാതാവുകയും എക്കാലവും പോലെ മുസ്ലിം ലീഗിൻ്റെയും വലതുപക്ഷ ശക്തികളുടെയും സ്വാധീനത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ യാത്ര ചെയ്യുന്ന മലയാളികൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് അസാധാരണമായ സാമ്പത്തിക വളർച്ചയാണ്. വലിയ നഗരങ്ങളും വലിയ ഷോപ്പിംഗ് കേന്ദ്രങ്ങളും അവ നിറയെ കസ്റ്റമേഴ്സുമുള്ള ഒരു പ്രത്യേകമായ സംസ്കാരം മലപ്പുറത്ത് മാത്രം കാണാൻ പറ്റുന്നുണ്ട്. ഇംഗ്ലീഷിൽ കൺസ്യൂമർ കൾച്ചർ എന്ന് പറയുന്ന ഉപഭോക്തൃ സംസ്കാരം മലപ്പുറം ജില്ലയിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് കച്ചവടക്കാർക്ക് ഇത്രയധികം ലാഭം കിട്ടുന്നത്. ഉയർന്ന ഡെൻസിറ്റിയും ഉയർന്ന നഗരവൽക്കരണവുമുള്ള മലപ്പുറം ജില്ലയിൽ മുതലാളിമാർക്ക് പണം നിക്ഷേപിക്കാൻ വലിയ താല്പര്യമാണ്. അതിന് കാരണം മുസ്ലിം ലീഗ് പോലെയുള്ള വലതുപക്ഷ സംഘടനകൾ മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കാൻ പറ്റിയ ഒരു സാമൂഹ്യ സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയതുകൊണ്ടാണ്. മുതലാളിമാരെ ബഹുമാനിക്കുവാനും ഭയപ്പെടുവാനും മുസ്ലിം ലീഗ് മലപ്പുറക്കാരെ പരിശീലിപ്പിച്ചു. ഒരു ട്രേഡ് യൂണിയൻ സംസ്കാരം ഇല്ലാത്ത കേരളത്തിലെ ഏക ജില്ലയായി മലപ്പുറം അറിയപ്പെടുന്നു. മലപ്പുറത്തെ ആളുകൾ അച്ചടക്കമുള്ളവരും പാരമ്പര്യവാദികളും കാരണവർമാരെ ബഹുമാനിക്കുന്നവരുമാണ്. സമൂഹം ആധുനികവൽക്കരിക്കാൻ ശ്രമിക്കുന്നവർക്ക് മലപ്പുറത്ത് നല്ല ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വരുന്നുണ്ട്. പുതിയ ആശയങ്ങളും ലിബറൽ ചിന്തകളും LGBT പോലെയുള്ള പരിഷ്കാരങ്ങളും മലപ്പുറത്ത് നടപ്പാക്കുവാൻ പറ്റുകയില്ല. കാരണം മലപ്പുറക്കാർ എപ്പോഴും ചിന്തിക്കുന്നത് പഴയ രീതിയിലാണ്. ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ആധുനികമാണെന്ന് പറയാൻ പറ്റുകയില്ലെങ്കിലും മുതലാളിത്തം വളരുവാനും സാമ്പത്തികമായി വികസിക്കുവാനും സഹായിക്കുന്നുവെന്ന് സമ്മതിക്കേണ്ടി വരും. മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുമ്പോഴൊക്കെ അധികാരം വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും ഗ്രാമങ്ങളെ പട്ടണങ്ങളായും പട്ടണങ്ങളെ നഗരങ്ങളായും മാറ്റുവാൻ ആ പാർട്ടിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. എന്ന് മാത്രമല്ല ധാരാളം ആളുകൾക്ക് ഗവൺമെൻറ് ജോലി വാങ്ങിച്ചു കൊടുക്കുവാനും മുസ്ലിം ലീഗിന് സാധിച്ചു. ബാക്കിയുള്ളവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ആവശ്യത്തിനും അനാവശ്യത്തിനും ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയും ധാരാളം ലീഗുകാരെ എല്ലാ സ്ഥലത്തും കുത്തിക്കയറ്റുകയും ചെയ്തു. എന്നിട്ടും ബാക്കി വന്നവർ ഗൾഫിലേക്ക് പോവുകയും സ്വന്തമായി കാശുണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ എവിടെ നോക്കിയാലും സാമ്പത്തികമായ ഒരു സമൃദ്ധി കാണുവാൻ പറ്റുന്ന അവസ്ഥയുണ്ടായത്. സൗദി അറേബ്യ പോലെ ആർക്കും വേണ്ടാത്ത ഇസ്പേർഡ് ഏഴാംകൂലി രാജ്യങ്ങൾ മലപ്പുറക്കാർ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെറിയ രീതിയിൽ കാശുണ്ടാക്കാൻ അവിടെയും സാധിക്കുമെന്ന് തെളിയിക്കുകയും ചെയ്തു. മുസ്ലിം ലീഗ് നേതാക്കന്മാർ സ്ഥിരമായി വിദ്യാഭ്യാസ മന്ത്രിയായതുകൊണ്ട് മലപ്പുറത്തിന് ധാരാളം സ്കൂളുകളും കോളേജുകളും സ്വന്തമാക്കാൻ സാധിച്ചു. വിദ്യാഭ്യാസം വ്യാപകമായത് മലപ്പുറം ജില്ലയ്ക്ക് വമ്പിച്ച ദോഷം ചെയ്തിട്ടുണ്ട്. പുത്തൻ പ്രസ്ഥാനക്കാരുടെ ഇടിച്ചുകയറ്റവും സ്വാധീനമുറപ്പിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായത് വിദ്യാഭ്യാസം വ്യാപകമായതുകൊണ്ടാണ്. കമ്മ്യൂണിസവും നിരീശ്വരവാദവും മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്തെ ഇസ്ലാമിയും എക്സ് മുസ്ലിം പ്രസ്ഥാനവും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ലിബറൽ ചിന്താഗതിക്കാരും മലപ്പുറത്തെ യാഥാസ്ഥിക സമൂഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് വിദ്യാഭ്യാസമുള്ളവരുടെ എണ്ണം കൂടിയതുകൊണ്ടാണ്. എന്നാൽ മലപ്പുറത്തെ ബിസിനസ് വളർച്ച പരമ്പരാഗതമായ ഫ്യൂഡൽ ട്രൈബൽ സ്വഭാവമുള്ള സോഷ്യൽ സെറ്റപ്പിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു പഴയ സമൂഹത്തിന് അതിൻ്റേതായ നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും സാമ്പത്തിക വളർച്ചയും പുരോഗതിയും സപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പഴയ രീതിയിലുള്ള സാമൂഹിക ഘടനയാണ്. ഉദാഹരണത്തിന് മലപ്പുറത്ത് ധാരാളം ജ്വല്ലറികൾ ഉയർന്നു വരാൻ കാരണം പുരുഷ മേധാവിത്വം ഉള്ളതുകൊണ്ടും പെൺകുട്ടികൾ ആഭരണങ്ങൾ അണിയാതെ അവർക്ക് സുന്ദരികളാവാൻ സാധിക്കാത്തത് കൊണ്ടുമാണ്. സ്ത്രീ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ മലപ്പുറത്ത് വേരുപിടിക്കാത്തതും പുരുഷന്മാരുടെ ഈ മേൽക്കോയ്മ മറ്റു ജില്ലകളെക്കാൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ബാംഗ്ലൂരിലെ പോലെ പെൺകുട്ടികൾ പരസ്യമായി സിഗരറ്റ് വലിക്കുകയോ ബാറിൽ പോയി മദ്യപിക്കുകയോ ചെയ്യുന്നത് മലപ്പുറക്കാർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഒരു ഫാമിലി കൾച്ചർ മലപ്പുറക്കാർ വ്യാപകമായി നടപ്പാക്കിയിട്ടുണ്ട്.
എന്താണ് ഫാമിലി കൾച്ചർ എന്ന് മറ്റു ജില്ലയിലുള്ളവർക്ക് അറിയുകയില്ല. വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ കള്ളുകുടിക്കാൻ പോകാതെ നേരെ വീട്ടിലേക്ക് വരുന്നതാണ് ഫാമിലി കൾച്ചർ. ജീവിതം ആസ്വദിക്കാൻ വേണ്ടി മറ്റ് പുരുഷന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്നതിന് പകരം മലപ്പുറത്തെ ചെറുപ്പക്കാർ സ്വന്തം വീട്ടിൽ വരികയും ഭാര്യയോടും കുട്ടികളോടുമൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മലപ്പുറത്ത് ക്ലബ്ബുകളോ സോഷ്യലൈസിംഗ് ഉപാധികളോ സംവാദവേദികളോ ബുദ്ധിജീവികളുടെ വളർച്ചയോ കാണാനില്ല. ഇത്തരത്തിലുള്ള ഒരു ഫാമിലി സംസ്കാരം ഇസ്ലാമിക രാജ്യങ്ങളിൽ വ്യാപകമായി കാണാനുണ്ട്. മുസ്ലിം ലീഗ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ലിബറൽ ചിന്താഗതികളും സ്ത്രീ വിമോചനവും ചെറുത്തു നിൽക്കാൻ എപ്പോഴും ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ ഇടപെടലുകൾ ബിസിനസ്സിന് വളർച്ചയുണ്ടാക്കുന്നുവെന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. കേരളത്തിലെ മറ്റ് 13 ജില്ലകളിൽ മുതലാളിത്തത്തിൻ്റെ വളർച്ചയെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും കവികളും പുരോഗമന ചിന്താഗതിക്കാരും ലിബറൽ ചിന്താഗതിക്കാരും നിരീശ്വരവാദികളും സ്വതന്ത്ര ചിന്തകരും എതിർക്കുന്നുണ്ട്. എന്നാൽ മലപ്പുറത്ത് ബുദ്ധിജീവികൾക്ക് കാലുറപ്പിക്കുവാൻ സാധിക്കുന്നില്ല. ബുദ്ധിജീവികളെ കണ്ടാൽ ഓടിച്ചുവിടുന്നൊരു സ്വഭാവം മലപ്പുറക്കാർക്കുണ്ട്. ഇത്തരത്തിലുള്ള പരമ്പരാഗതമായ ഒരു സാമൂഹ്യ ക്രമം കേരളത്തിൽ മലപ്പുറത്ത് മാത്രമേ കാണാൻ പറ്റുമെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഇത് വളരെ സാധാരണമായിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ കൺസർവേറ്റീവ് ഓർത്തഡോക്സ് എന്നും മലയാളത്തിൽ യാഥാസ്ഥികം എന്നും പറയുന്നത് ഈ ജീവിതശൈലിയെ തന്നെയാണ്. അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് കൺസർവേറ്റീവായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയും എല്ലായ്പ്പോഴും കൺസർവേറ്റീവായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇംഗ്ലണ്ടിൽ പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനാക്കും കൺസർവേറ്റീവായ നിലപാടുകൾ എടുത്തിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് തന്നെ കൺസർവേറ്റീവ് പാർട്ടി എന്നാണ്. ഇതിനു മുമ്പ് പ്രധാനമന്ത്രിയായിട്ടുള്ള ബ്രിട്ടീഷ് കൺസർവേറ്റീവ് നേതാക്കന്മാരെല്ലാം ഇതേ തരത്തിലുള്ള പോളിസികൾ മുന്നോട്ട് വെക്കുകയും ബിസിനസ്സിനെ വളർത്തുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപും ഇംഗ്ലണ്ടിൽ ഋഷി സുനാക്കും അധികാരത്തിലുണ്ടായ സമയത്ത് ധാരാളം ബിസിനസ് വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മുതലാളിത്തത്തിന് സമൂഹത്തിൻ്റെ മേലെ നിയന്ത്രണം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. പാരമ്പര്യവാദം വളരുകയും പുരുഷമേധാവിത്വം സ്വീകാര്യമാവുകയും ഫാമിലി വാല്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുകയും ഫെമിനിസത്തെ അടിച്ചമർത്തുകയും ലിബറൽ ചിന്താഗതിക്കാരെ ഓടിച്ചുവിടുകയും ബുദ്ധിജീവികളെ നിയന്ത്രിക്കുകയും ചെയ്യുവാൻ ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള രാജാക്കന്മാരുടെ രാജാവായ ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള നേതാക്കന്മാർക്ക് പറ്റിയിട്ടുണ്ട്. എന്നാൽ അല്പകാലം ഡൊണാൾഡ് ട്രംപിന് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ അമേരിക്ക ഇടതുപക്ഷ ചിന്തകളിലേക്കും ലിബറൽ ചിന്തകളിലേക്കും ബുദ്ധിജീവി സംസ്കാരത്തിലേക്കും വഴുതി വീണത് നാം കണ്ടതാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ മറ്റ് ജില്ലക്കാർക്ക് മലപ്പുറക്കാരെ തോൽപ്പിക്കാൻ പറ്റാത്തത്. കേരളത്തിലെ മലപ്പുറം ഒഴികെയുള്ള 13 ജില്ലകളിലും ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും കവികളും പുരോഗമന ചിന്താഗതിക്കാരും ലിബറൽ ചിന്താഗതിക്കാരും നിരീശ്വരവാദികളും സ്വതന്ത്ര ചിന്തകരും ചുവടുറപ്പിച്ചിട്ടുണ്ട്. അവരുടെ എണ്ണം 10% താഴെയാണെങ്കിലും അവരുടെ സ്വാധീനം 90%-ത്തിലും കൂടുതലാണ്. അതുകൊണ്ട് മലപ്പുറം കേരളത്തിന് മുമ്പേ നടക്കുകയും കേരളത്തിന് വഴി കാണിക്കുകയും ചെയ്യുന്നു. മലപ്പുറം വലത്തോട്ട് പോകുമ്പോൾ കേരളം ഇടത്തോട്ട് പോയാൽ സാമ്പത്തികമായി വളരുവാനോ കഞ്ഞി കുടിക്കുവാനോ സാധിക്കുകയില്ല. ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും നമുക്ക് ഓഫർ ചെയ്യുന്നത് കട്ടൻ ചായയും പരിപ്പുവടയും ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രമാണ്. എന്നാൽ മുതലാളിമാർ നമുക്ക് ഓഫർ ചെയ്യുന്നത് വലിയ സൂപ്പർ മാർക്കറ്റുകളും വർണ്ണശബളമായ തുണിക്കടകളും പന്തല് പോലെ വലിയ റെസ്റ്റോറൻറ്റുകളും ധാരാളം തൊഴിലവസരങ്ങളും റോഡ് നിറയെ കാറും അമേരിക്ക പോലെയുള്ള ഒരു ജീവിതശൈലിയുമാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു ജീവിതശൈലിക്ക് പലതരത്തിലുള്ള ന്യൂനതകളുമുണ്ട്. എങ്കിലും മലയാളികൾ ഇഷ്ടപ്പെടുന്നത് ഇത്തരത്തിലുള്ള വികസനവും ഇത്തരത്തിലുള്ള സാമ്പത്തിക വളർച്ചയുമാണ്. അതുകൊണ്ട് മലയാളികളുടെ ഇഷ്ടമാണ് മലപ്പുറത്തിൻ്റെ ഇഷ്ടമായി മുമ്പിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കേരള സമൂഹത്തിൽ മലപ്പുറക്കാർ മുമ്പേ നടക്കുന്നു. മറ്റ് ജില്ലക്കാർ മടിച്ച് പുറകിൽ മലപ്പുറത്തെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരേ ഒരു കാര്യം.